ഗെയിം ക്വിറ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ജാസ്മിൻ. ലൈവിലെ ജാസ്മിന് ഗബ്രിയും ഇരുന്ന് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ജാസ്മിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജാസ്മിൻ. ഇത്രയധികം സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഒരാൾ പോലും വന്ന് തന്നെ സമാധാനിപ്പിക്കുന്നില്ല, തന്നോട് വന്ന് സംസാരിക്കുന്നില്ല, തന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പൊട്ടിക്കരയുന്നുണ്ട്. എനിക്ക് ഈ ഗെയിം വിട്ട് പുറത്തു പോകണം എന്നാണ് ജാസ്മിൻ അവിടെ പറയുന്നത്. അപ്പൊ ഗബ്രി പറയുന്നുണ്ട്, നീ ഗെയിം വിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, നീ അങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാനും ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്തു പോവുമെന്ന് ഗബ്രി പറയുന്നുണ്ട്. നിനക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നീ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ കാരണമാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ നിന്നെ ഞാൻ തനിച്ചാക്കി വിടില്ല എന്നാണ് അവിടെ ഗബ്രി പറയുന്നത്. അപ്പോഴവിടേക്ക് ഏറ്റവും കൂടുതൽ ജാസ്മിന് ഇപ്പോൾ വിഷമമായിരിക്കുന്ന സംഭവം എന്നാൽ പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞുള്ള സങ്കടം പോരാഞ്ഞിട്ട് വീടിനുള്ളിൽ തന്നെയും എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു കാരണമാണ്. അതിന് കാരണമായി അവിടെ ജാസ്മിൻ പറയുന്നത് കഴിഞ്ഞ ദിവസം സിബിൻ പറഞ്ഞൊരു വാചകമാണ്. സിബിന് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരുങ്ങിയ സമയത്ത് സിബിൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചോളാം, എന്റെ കാര്യങ്ങളിൽ ജാസ്മിൻ ഇടപെടേണ്ട ആവശ്യകതയില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് കൂടി ഇല്ലാതാവും എന്ന് അവിടെ സിബിൻ പറയുന്നുണ്ടായിരുന്നു. അത് ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഹേർട്ടായി. അപ്പോൾ പുറത്ത് എനിക്ക് അത്രയും നെഗറ്റീവാണ്, ഈ വീട്ടിലും എനിക്ക് അത്ര നെഗറ്റീവാണ്, എൻ്റെ കൂടെ നിൽക്കുന്നവർ കൂടി നെഗറ്റീവ് ആവും എന്നൊരു കാര്യമാണ് ജാസ്മിന് അതിൽ നിന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഗബ്രി, നീ കൂടെ നിൽക്കണ്ട, നീ ഒറ്റയ്ക്ക് കളിക്ക് എന്നാണ് ജാസ്മിൻ അവിടെ പറയുന്നത്. കൂടാതെ ജാസ്മിൻ അവിടെ പറയുന്നുണ്ട്, എനിക്കൊന്ന് റസ്മിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയണമെന്നുണ്ട്, റസ്മിൻ ഒന്ന് വന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഗബ്രി പറയുന്നുണ്ട്, നിനക്ക് എന്തുകൊണ്ട് എന്റെ അടുത്ത് ആയിക്കൂടാ എന്ന് ചോദിക്കുമ്പോൾ ഗബ്രി, നീ എന്താണ് എന്റെ മനസ്സിലാക്കാത്തത്, എന്റെ സിറ്റുവേഷൻ എന്താണ് മനസ്സിലാക്കാത്തത്, എന്റെ സ്ഥാനത്ത് നിന്നൊന്ന് നീ ചിന്തിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട്. ഈ ഇത്രയും മാനസികമായി ഞാൻ തകർന്നിരിക്കുമ്പോഴും വിഷമിച്ചിരിക്കുമ്പോഴും എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ആത്മാർത്ഥമായി വരുന്ന ആരെങ്കിലും ഈ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഗബ്രി പറയുന്നുണ്ട്, ഉവ് ഉണ്ട്, അപ്സരയുണ്ട്, അർജുനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്സരയ്ക്കും അർജുനും നിന്റെ അടുത്തേക്ക് വരാത്തതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, എന്റെ അടുത്തേക്ക് വരാൻ അവർക്ക് പേടിയായിരിക്കില്ലേ, അവർക്ക് നെഗറ്റീവ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടെന്ന്. അപ്പൊ ഗബ്രി പറയുന്നത്, അല്ല, അതുകൊണ്ടല്ല അവര് വരാത്തത്, നിനക്ക് ഞാനുണ്ട് എന്നുള്ള ഒരു ധൈര്യമാണ് അവർക്ക്. ഞാനുള്ളപ്പോൾ നിന്റെ അടുത്തേക്ക് പിന്നെ വേറെ ആരും വരേണ്ട ആവശ്യകതയില്ല എന്നൊരു തോന്നലാണ് അവർക്ക്, അല്ലാതെ വേറെ ഒരു കാരണം കൊണ്ടല്ല ആരും നിന്റെ അടുത്തേക്ക് വരാത്തത് എന്ന് ജാസ്മിന്റെ അടുത്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും ജാസ്മിൻ ആകെ തകർന്ന അവസ്ഥയിലാണ്. ഇനി എന്ത് ചെയ്യണം, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, ആരാണ് കൂടെയുള്ളത്, മൊത്തത്തിൽ പുറത്താണെന്നുണ്ടെങ്കിലും വീടിനകത്താണെങ്കിലും എല്ലാവരും തന്നെ തഴയുന്നു എന്നൊരു തോന്നലാണ് ഇപ്പോൾ ജാസ്മിനുള്ളത്. ഒന്നോർക്കുമ്പോൾ ജാസ്മിൻ വരുത്തിവെച്ചവനെയാണ്. വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ഒരു കൂട്ടുകെട്ടും കോംബോയും സൃഷ്ടിച്ച് ഗെയിം കളിക്കാൻ നോക്കിയ ജാസ്മിന് കിട്ടിയ വലിയൊരു തിരിച്ചടിയാണിത്. പക്ഷേ ഇപ്പോൾ ജാസ്മിൻ അവിടെ പതറി നിൽക്കുകയാണ്. ഗബ്രീനെ ഒഴിവാക്കാനും വയ്യ, എന്നാൽ കൂടെ നിർത്തിക്കഴിഞ്ഞാലും പ്രശ്നം എന്നുള്ള ഒരു അവസ്ഥ. ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്ന സമയത്ത് അവൾ തൂക്കി എറിഞ്ഞു എന്നൊരു കാര്യം വരും. എന്നാൽ കൂടെ നിർത്തിക്കഴിഞ്ഞാലോ, ഇത്രയും ഒക്കെ പറഞ്ഞിട്ടും ഇത്രയും ഒക്കെ മനസ്സിലാക്കിയിട്ടും അവിടെ മാറ്റി നിർത്തുന്നില്ല എന്നൊരു പറച്ചിലും. അപ്പൊ ഏത് വശം നോക്കിയാലും അവിടെ ജാസ്മിനെ ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ്, ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ. ഇപ്പൊ ജാസ്മിനെ ഒന്ന് പോസിറ്റീവായിട്ട് എന്ത് ചെയ്താലും ശരി, നെഗറ്റീവായിട്ട് എന്ത് ചെയ്താലും ശരി, ഒന്നും തന്നെ ജാസ്മിനെ നല്ലതായിട്ട് വരുന്നില്ല. അവിടെ ക്യാപ്റ്റനായ സമയത്ത് പോലും പല കാര്യങ്ങളിലും ഇടപെട്ട് സോൾവ് ചെയ്യാനും പല കാര്യങ്ങൾ ചെയ്യാനും നോക്കുന്ന സമയത്ത് പോലും അവിടെ ജാസ്മിനെ അതെല്ലാം നെഗറ്റീവായിട്ട് വരികയാണ് ചെയ്തത്. ഇപ്പൊ സിബിന്റെ കാര്യത്തെ പോലെ തന്നെ ശരണ്യയുടെ വിഷയമാണെങ്കിലും ശരണ്യയുടെ കാര്യത്തിന് ജാസ്മിൻ കയറി ഇടപെട്ട സമയത്ത് ശരണ്യ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കൂടുതൽ സംസാരിക്കണമായിരുന്നു, അത് ജാസ്മിൻ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു എന്നുള്ള തരത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും ജാസ്മിൻ അവിടെ പരാജയമായി. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ വീട്ടിലുള്ളവർക്കും ജാസ്മിന്റെ അടുത്ത് താല്പര്യമില്ല, വീട്ടിലുള്ളവർക്ക് ജാസ്മിന്റെ അടുത്ത് വന്നിരിക്കാനും സംസാരിക്കാനും നെഗറ്റീവ് അടിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരവസ്ഥയാണ് ജാസ്മിൻ ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാസ്മിൻ ആഗ്രഹിക്കുന്നു ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോയാലോ എന്നുള്ളത്. പക്ഷേ തോൽക്കാൻ മനസ്സില്ലെന്നും അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു അവസരത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ജാസ്മിൻ പുറത്തേക്ക് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വീടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കണ്ടന്റ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ജാസ്മിനെ മാറാൻ സാധിച്ചാൽ നല്ലൊരു ഇതോടുകൂടി ജാസ്മിന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം ഇത്രയും നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഈ സമയത്ത് പുറത്തേക്ക് ജാസ്മിൻ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ജാസ്മിൻ ആകെ തകർന്നു പോകും. ചിലപ്പോൾ അത് ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താം. എന്തായാലും സ്വയം വരുത്തി വെച്ച വിന തന്നെയാണ്. പക്ഷേ ഇതൊരു ഗെയിമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഗെയിമിന് വേണ്ടി കാണിച്ചു കൂട്ടിയ കാട്ടായങ്ങളാണ്. പക്ഷേ അവിടെ എല്ലാം ജാസ്മിന് പിഴച്ചുപോയി. ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ജാസ്മിൻ തന്നെ തീരുമാനിക്കണം.